ഹലോ, നമുക്കിന്ന് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കിയാലോ? നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ നമ്മുടെ ഹായ് അറിയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം മോളെ ഹായ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് ചുറ്റി കൊടുക്കാൻ നിന്നതിൽ ക്യാമറ ഓണാക്കാൻ മറന്നു. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ചുറ്റിയതൊന്നും ഇതിൽ വീഡിയോസിൽ പെട്ടിട്ടുണ്ടാവില്ല. നമ്മളിതാ അങ്ങനെ ഇത് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുക. കുറച്ച് ദിവസമായി ഞാൻ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കണമെന്ന് കരുതി നിൽക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് അതിനുള്ള സാധനം ഉണ്ടായിരുന്നില്ല. അതായത് വട്ടുണ്ടല്ലോ, അതുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ വള യൂസ് ചെയ്യില്ല. അപ്പോൾ എന്നാരുടെ അടുത്ത് ഞാൻ കബോർഡ് തട്ടിയപ്പോൾ പണ്ടെന്നോ ഇത്താൻ്റെ കല്യാണത്തിന് വാങ്ങിയ ഒരു വള ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അതിന്മേൽ വെച്ച് ചെയ്താലോ എന്ന് കരുതി ഡ്രീം ക്യാച്ചർ ഞാൻ ആദ്യം കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതും സിമ്പിളാണെന്നുള്ളതും പിന്നെ മനസ്സിലായത് കേട്ടോ. സിമ്പിളാണ്, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വേഗം പഠിയാനുള്ളതേ ഉള്ളൂ. ജലദോഷം പിടിച്ചിട്ടുണ്ടോ, ശ്വാസം എടുക്കാൻ ഒരു ഗതികേടുണ്ട്. അതാണ് ഇടയ്ക്ക് വോയിസിൽ ശ്വാസത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരും. എൻ്റെ സോറി കേട്ടോ. ജലദോഷം പിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്താടെ വീട്ടിൽ പോയിരുന്നു, അവിടെ നിന്ന് പിടിച്ചതാട്ടോ. മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എല്ലാവരും സിമ്പിളായി കൊണ്ട് ചുറ്റി കൊടുക്കണം, കാണിച്ചു തരാം കേട്ടോ. ഈ ചുറ്റി കൊടുക്കലാണ്ട് ഞാൻ സിമ്പിളാണ് പറഞ്ഞത്. ഇതേ കൂടെ അങ്ങനെ ഇട്ട് ഇപ്പുറത്തെ കൂടെ വലിച്ചാൽ മതി. ഇതന്നെ എന്നെ ചെയ്തുകൊണ്ട് നിൽക്കട്ടോ. ഈ വള ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇതാ അങ്ങനെ ഫുള്ളായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലൂടെ ഇടാണ് കേട്ടോ. അങ്ങനെ ഓരോന്നിൻ്റെ ഇടയിൽ ഇട്ടുകൊണ്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് അത് ഒരു എട്ടാലി വലയല്ലേ, അതേപോലെയുള്ള ഡ്രീം ക്യാച്ചർ വരുന്നത്, അതേപോലെ ആവും. അടുത്ത ഹോളിലൂടെ ഇങ്ങനെ ഇടാട്ടോ. ഈ ഹോളിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് ഇതേ ഡിസൈൻ ഇങ്ങനെ വരും. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഹോളിലൂടെ ഇടാട്ടോ. ലാസ്റ്റ് ഒന്നും വലിച്ചാൽ അത് മുറുകി നിൽക്കും, ഒരു വലിഞ്ഞ് നിൽക്കുന്ന രൂപമാകും. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മുത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ മേളിൽ കൊടുത്തതില്ലേ, ഞാനൊന്ന് അയക്കുണ്ട്, അത് കൊടുത്തത് സെൻറ്ററിലാക്കില്ല. അപ്പോൾ സെൻറ്ററിലാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ബൈ ബൈ.